കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് നിയമനിർമ്മാണ വിഭാഗം പഠിച്ചു, കാര്യനിർവഹണ വിഭാഗം പഠിച്ചു. ഇനി ഒരു വിഭാഗം കൂടിയാണ് പഠിക്കാനുള്ളൂ. അത് നീതി ന്യായ വിഭാഗമാണ് അല്ലെ? ജുഡീഷ്യറിയെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കുന്നത് കേട്ടോ. അപ്പൊ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗമൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ഇപ്പൊ പ്രസിഡന്റിന്റെ ഒക്കെ കാര്യത്തിലുള്ള ആർട്ടിക്കിൾസ് അതൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് നീതിന്യായ വിഭാഗമാണ്. നിങ്ങൾക്ക് അറിയണതാണ് നീതിന്യായ വിഭാഗം. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഒരു നീതിന്യായ വിഭാഗം നമ്മളൊരു കോടതിയിലേക്ക് പോകണത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ഒരു കേസ് വരുമ്പോഴാണ് നമ്മൾ സാധാരണ കോടതിയിലേക്ക് പോകണത്. അപ്പൊ ഇതേപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലും അതേപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലല്ല, രാജ്യവും വ്യക്തികൾ തമ്മിലും അതേപോലെ നമ്മൾ ഗവൺമെന്റ് ഒക്കെ ആയിട്ടും അങ്ങനെ പല രീതിയിലുള്ള തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പൊ പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള കേസുകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. കേശവാനന്ദ ഭാരതി കേസ് 1976 ഒരു കേസാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ പലതരം കേസുകൾ ഇത്തിരി വിവാദമായിട്ടുള്ള കേസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തർക്കങ്ങൾ പരിഹരിക്കാനും അതിനൊരു അന്തിമമായിട്ട് ഒരു തീരുമാനം എടുക്കാനും ഒക്കെ ആയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് നീതിന്യായ വിഭാഗം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും സർക്കാരും തമ്മിലും കേന്ദ്ര സംസ്ഥാന തർക്കങ്ങള് ഈ പറഞ്ഞ കേന്ദ്രവും സംസ്ഥാനങ്ങളുമായിട്ടുള്ള തർക്കങ്ങളും അതൊക്കെ പരിഹരിക്കുന്നതും ഒരു അവസാനത്തെ ഒരു ന്യായം ഒരു വിധി പ്രഖ്യാപിക്കുന്നതൊക്കെ ഈ നീതിന്യായ വിഭാഗമാണ്. ഇപ്പൊ ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കമൊക്കെയാണ് ഈ സുപ്രീം കോടതി. അപ്പൊ നീതിന്യായ വിഭാഗങ്ങളെ പറ്റിയാണ് നമ്മൾ പറയണത്. ഈ നീതിന്യായ വിഭാഗങ്ങള് നമുക്കറിയണതാണ് കുറ്റവാളികളെ ശിക്ഷിക്കുക, നിരപരാധികളെ സംരക്ഷിക്കുക, അതൊക്കെ കോടതികള് നീതി നടപ്പാക്കാൻ വേണ്ടി നീതിന്യായ വിഭാഗത്തിൽ കൂടെയാണ് ചെയ്യുന്നത്. ഇനി ഒരു നമ്മുടെ നിയമനിർമ്മാണ സഭ നമ്മൾ പറഞ്ഞു നിയമങ്ങള് നിർമ്മിക്കുന്ന സഭയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വായനകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ലാസ്റ്റ് പ്രസിഡന്റ് ഒപ്പിട്ടാലാണ് ഒരു ബില്ല് നിയമമാവാന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന അതിലെന്തെങ്കിലുമൊക്കെ നിയമങ്ങള് അതൊക്കെ വ്യാഖ്യാനിക്കാനായിട്ടുള്ള അവകാശമുള്ളത് നീതിന്യായ വിഭാഗത്തിനാണ്. അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി ഉപദേശങ്ങളൊക്കെ കിട്ടണം, എന്തെങ്കിലും നിയമത്തെ പറ്റി അതൊക്കെ കൊടുക്കുന്നത് ഈ നീതിന്യായ വിഭാഗമാണ്. ഇനി കാര്യനിർവഹണ വിഭാഗം ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നീതിന്യായാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം പല സാഹചര്യം കൊണ്ടും അങ്ങനെ നടന്നു വരില്ല. പക്ഷെ ശരിക്കും ഈ നീതിന്യായ വിഭാഗം എന്ന് പറയണത് കാര്യനിർവഹണ വിഭാഗവും അതേപോലെ നിയമനിർമ്മാണ വിഭാഗത്തിൽ നിന്നും വേറിട്ട് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു വിഭാഗമാണ്. ഓക്കെ. അപ്പൊ കാര്യനിർവഹണ വിഭാഗം ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? ഈ നീതിന്യായ വിഭാഗമാണ്. ഇനി ഭരണഘടനയുടെ കാവലാണ്, അതുകൊണ്ടൊക്കെ പറയുന്നത് നീതിന്യായ വിഭാഗത്തെയാണ് കേട്ടോ. ഓക്കെ. ഇനി ഇതാണ് ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിന്റെ ഒരു ഘടന എന്നുള്ളത്. നമുക്ക് മെയിൻ ആയിട്ടുള്ള കോടതികള് വരണത് ഏറ്റവും ഹയർ പൊസിഷനിൽ നമ്മുടെ സുപ്രീം കോടതിയാണ്. പിന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഹയർ പൊസിഷനിൽ ഇരിക്കുന്നത് ഹൈക്കോടതിയാണ്, നിങ്ങൾക്ക് അറിയണതാണ്. അതിലും താഴെ വരണതാണ് ജില്ലാ കോടതി, അതിലും താഴെ വരണതാണ് കീഴ്ക്കോടതി. കീഴ്ക്കോടതി എന്ന് പറയുമ്പോൾ അതിൽ മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി, സബ് കോടതി അങ്ങനെയുള്ള കോടതികളൊക്കെ കീഴ്ക്കോടതിയുടെ അണ്ടറിലാണ് വരിക. അപ്പൊ ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന ലെവലിൽ ഇരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സുപ്രീം കോടതിയാണ്. ഓക്കെ. ഇനി സുപ്രീം കോടതിയിൽ എങ്ങനെയാ? ഈ സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തുള്ള എല്ലാ കോടതിയിലും ബാധകമാണ്. സുപ്രീം കോടതിയാണ് നമുക്കറിയാം ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഫൈനൽ ഓപ്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അപ്പൊ ആ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ബാക്കി എല്ലാ കോടതികൾക്കും അത് ബാധകമാണ് കേട്ടോ. ഇനി
ഇനി അടുത്തത് സുപ്രീം കോടതിക്ക് അധികാരമുള്ള മെയിൻ ആയിട്ട് പവർ ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് ഹൈക്കോടതിയിൽ ജഡ്ജിമാരുണ്ട്. അവരെ സ്ഥലം മാറ്റാനായിട്ട് നമ്മുടെ സുപ്രീം കോടതിക്ക് പവർ ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, ഈ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹൈക്കോടതിയിലുള്ള ജഡ്ജിമാരെ സ്ഥലം മാറ്റാനായിട്ട് നമ്മുടെ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഇനി അതേപോലെ തന്നെ രാജ്യത്ത് നിന്ന് ഏത് കോടതിയിൽ നിന്നുള്ള വ്യവഹാരങ്ങളും സുപ്രീം കോടതിയിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് അറിയാം, അപ്പീൽ വഴിയാണ് പറ്റുള്ളൂ. ചില കേസുകൾ മാത്രമാണ് ഡയറക്റ്റ് സുപ്രീം കോടതിയിലേക്ക് പോവുള്ളൂ. അപ്പൊ രാജ്യത്തെ ഏത് കോടതിയിൽ നിന്നും വ്യവഹാരങ്ങള് സുപ്രീം കോടതിയിലേക്ക് മാറ്റാം. ഇനി വേറൊരു കാര്യമാണ്, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്കൊക്കെ വ്യവഹാരങ്ങളൊക്കെ മാറ്റാനായിട്ട് പറയാനുള്ള പവറും ഒക്കെ സുപ്രീം കോടതിക്കുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതേപോലെ ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് വ്യവഹാരങ്ങൾ മാറ്റാനായിട്ടും ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് പവർ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഹൈക്കോടതിയാണ്. അടുത്ത തൊട്ട് താഴത്തെ പൊസിഷനിൽ വരുന്ന ആൾക്കാരാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ഇനി ബാക്കി പഠിക്കുമ്പോ പറയാം. ഓക്കെ, അപ്പൊ ഹൈക്കോടതി ഈ നമുക്കറിയാം, ഈ കീഴ്ക്കോടതികള്, അതായത് നമ്മുടെ ഈ ജില്ലാ കോടതി, അതേപോലെ തന്നെ കീഴ്ക്കോടതി, അവിടെ നിന്നുള്ള അപ്പീലുകൾ കേൾക്കുന്ന ആൾക്കാരാണ് ഈ ഹൈക്കോടതി. പിന്നെ നമുക്കറിയാം, നമ്മള് റിട്ടുകൾ പഠിച്ചു. 5 തരം റിട്ടുകൾ നമ്മൾ പഠിച്ചു. റിട്ടുകൾ ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, നമ്മുടെ മൗലിക അവകാശങ്ങൾ പഠിച്ച കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു 5 തരം റിട്ടുകൾ അല്ലേ? ഹേബിയസ് കോർപ്പസ് പഠിച്ചു, മാൻഡമസ്, പിന്നെ കോവാറണ്ടോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഈ മൗലിക അവകാശങ്ങള് പുനഃസ്ഥാപിക്കാനായിട്ട് റിട്ട് പുറപ്പെടുവിക്കാൻ ആകെ 2 കോടതിക്ക് അധികാരമുള്ളൂ. അതൊന്ന് സുപ്രീം കോടതിക്കും രണ്ടാമത് ഹൈക്കോടതിക്കുമാണ് ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് അധികാരമുള്ളത്. ഇനി അടുത്ത ഹൈക്കോടതിയുടെ ഒരു പവറാണ്, സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അത് നമുക്ക് അറിയാലോ, ഈ താഴത്തുനിന്നുള്ള കോടതിയിൽ നിന്ന് അപ്പീൽ വന്ന കേസുകൾ ഒക്കെ വരണത് ഹൈക്കോടതിയിലേക്കാണ്. ഇനി കീഴ്ക്കോടതികളുടെ മേൽനോട്ട നിയന്ത്രണ ചുമതലകൾ വഹിക്കുന്നു. ഹൈക്കോടതിക്കാണ് താഴെയുള്ള ജില്ലാ കോടതിയുടെയും കീഴ്ക്കോടതിയുടെയും ഒക്കെ നിയന്ത്രണ ചുമതല ഒക്കെ ഉള്ളത്. ഇനി അടുത്തതാണ് ജില്ലാ കോടതി. ജില്ലാ കോടതി പേര് പോലെ തന്നെ ഒരു ജില്ലയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾക്കാണ് തീർപ്പ് കൽപ്പിക്കുക. അതേപോലെ തന്നെ ഈ താഴെയുള്ള കീഴ്ക്കോടതികളിൽ നിന്ന് അപ്പീൽ കേൾക്കുന്നു. പിന്നെ അതേപോലെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. ഇനി കീഴ്ക്കോടതികൾ, അവിടെ നമ്മുടെ സിവിൽ സ്വഭാവമുള്ളത്, ക്രിമിനൽ സ്വഭാവമുള്ള അങ്ങനെയുള്ള തർക്കങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിക്കുന്ന കോടതിയാണ് കീഴ്ക്കോടതി. കീഴ്ക്കോടതിയുടെ അണ്ടറിൽ വരണതാണ് സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി ഒക്കെ കേട്ടോ. ഓക്കെ, നമ്മൾ പറയൂ ഇനി ഒന്നും കൂടി. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് സുപ്രീം കോടതി, അതിന് തൊട്ട് താഴെ ഹൈക്കോടതി, പിന്നെ അതേപോലെ തന്നെ ജില്ലാ കോടതി, കീഴ്ക്കോടതികൾ. ഇനി ദേ, ഇതാണ് നമ്മുടെ ഒരു നീതിന്യായ വിഭാഗത്തിന്റെ ഘടന എന്ന് പറയുന്നത്. ഒരു പിരമിഡ് സ്ട്രക്ചർ ആണ്. ഏറ്റവും താഴെ വരുമ്പോ കീഴ്ക്കോടതിയാണ്, അതിനും തൊട്ട് മുകളിൽ ജില്ലാ കോടതിയാണ്, അതിനും മുകളിൽ ഹൈക്കോടതിയാണ്, ഏറ്റവും ടോപ്പ് ലെവലില് സുപ്രീം കോടതി. ഈ ഓർഡർ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് മാറാണ്ട് നോക്കിക്കോളൂ, ജില്ലാ കോടതിയും കീഴ്ക്കോടതികളും. ഓക്കെ, ഇതിന് താഴെ ഇപ്പൊ ജില്ലാ കോടതിക്ക് താഴെ ഇപ്പൊ മുൻസിഫ് കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ, അതൊക്കെ കീഴ്ക്കോടതിയുടെ അണ്ടറിൽ വരണതാണ്. ജില്ലാ കോടതിയാണ് അതിലും കുറച്ചും കൂടി മുകളിലുള്ള ഹൈറാർക്കിയിൽ അനുസരിച്ച്. ഓക്കെ, ഏറ്റവും മുകളിലായി സുപ്രീം കോടതി, അതിന് താഴെ ഹൈക്കോടതി, അതിന് താഴെ ജില്ലാ കോടതി, ഏറ്റവും താഴെയാണ് കീഴ്ക്കോടതികൾ. ഇനി നമ്മൾ സുപ്രീം കോടതിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കും. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത്, ഒരു നീതിപീഠം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുണ്ട് സുപ്രീം കോടതിക്ക്. അത്രയും പവർഫുൾ ആണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ ആസ്ഥാനം നിങ്ങൾക്ക് അറിയാം, ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത്. ഓക്കെ, 1950 ജനുവരി 28. ഓക്കെ, ഇനി സുപ്രീം കോടതിയിലെ ജഡ്ജിമാര് വിരമിക്കുന്നത് 65 വയസ്സിലാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരൊക്കെ വിരമിച്ചാലും ഇവർക്ക് പിന്നെ
എന്താ പറയാ, മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെയുള്ള കമ്മീഷനിലേക്കൊക്കെ പോകാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ. അപ്പൊ ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. ഇനി ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്താണ്. അങ്ങനെയൊന്നും നമുക്ക് ജഡ്ജിമാരെ മാറ്റാൻ പറ്റില്ല. അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും. ഓക്കെ. എന്നാലും പാർലമെന്റിന് ജഡ്ജിമാരെ മാറ്റാം. അതങ്ങനെ പെട്ടെന്ന് ഓടിച്ചാടി പോയി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ അല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും നടക്കാറില്ല. അങ്ങനെ ഇതുവരെ ഒരാൾക്കാണ് ഇപ്പൊ സുപ്രീം കോടതിയിൽ ഒരു അങ്ങനെ ഒരു അങ്ങനെ വന്നിട്ടുള്ളൂ. മാറ്റാനായിട്ടൊരു ഇത് വന്നത്. അതൊരു ജസ്റ്റിസ് രാമസ്വാമി എന്ന് പറഞ്ഞ ഒരാൾക്കാണ്. ഓക്കെ. പക്ഷെ അതങ്ങനെ ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ പെട്ടെന്നൊന്നും ഓടിച്ചാടിപ്പോയി നീക്കം ചെയ്യാൻ ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പ് നീക്കം ചെയ്യാൻ പറ്റില്ല. ഇനി ഇനി സുപ്രീം കോടതിയുടെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ട്. പുതിയ ചീഫ് ജസ്റ്റിസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതി നിയമിക്കുന്ന ജഡ്ജിമാരും ആണ് ഈ സുപ്രീം കോടതിയിൽ ഉള്ളത്. അപ്പൊ ഒരു ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതി നിയമിക്കുന്ന അത്ര ജഡ്ജിമാരും. ഓക്കെ. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യണത് കേട്ടോ. നമ്മുടെ ചീഫ് ജസ്റ്റിസും അതേപോലെ ജഡ്ജിമാരും ഇത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരെ കാര്യമാട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഓക്കെ. അപ്പൊ ഈ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണെന്ന് ചോദിക്കാറുണ്ട്. അത് പ്രസിഡന്റിന് മുന്നാകെയാണ്. അതേപോലെ പ്രസിഡന്റിന് മുൻപാകെ അവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതേപോലെ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരൊക്കെ രാജിക്കത്തും സമർപ്പിക്കുന്നതും പ്രസിഡന്റിന്റെ മുമ്പിൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ പ്രസിഡന്റിന് മുന്നിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അതേപോലെ തന്നെ രാജിക്കത്ത് സമർപ്പിക്കുന്നതും. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഏകദേശം ഒരു 34ഓളം ജഡ്ജസ് സുപ്രീം കോടതിയിൽ ഉണ്ട് കേട്ടോ. ചീഫ് ജസ്റ്റിസും 33 ജഡ്ജസ് ഒക്കെ ആയിട്ട് ഒരു 34 നമ്പേഴ്സോളം ജഡ്ജസ് ആണ് ഉള്ളത്. ഓക്കെ. ഒരു 31 34 റേഞ്ചിലാണ് എപ്പോഴും നിൽക്കാം. ഓക്കെ. ക്ലിയർ അല്ലേ? ഇപ്പൊ 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ് വരാൻ പോകുന്നത്. അദ്ദേഹം പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. സൂര്യകാന്ത് എന്ന് പറഞ്ഞ ആളാട്ടോ, ന്യൂ അപ്പോയിന്റ്മെന്റ്. ഓക്കെ. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരുടെ മുന്നിലാ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, രാജിക്കത്തും ആരുടെ മുന്നിലാണെന്ന് കേട്ടോ. ഇനി ഈ സുപ്രീം കോടതി ഞാൻ പറഞ്ഞു എല്ലാ കേസുകളും ഒന്നും പോയി ഡയറക്റ്റ് നമുക്ക് സുപ്രീം കോടതിയിൽ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസുകളാണ് നമ്മുടെ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. മൗലിക അവകാശങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ആ മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഇത് മൗലിക അവകാശങ്ങളാണ് നമുക്കറിയാം. അപ്പൊ ഈ മൗലിക അവകാശങ്ങൾ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകള് നമ്മുടെ സുപ്രീം കോടതി പരിഗണിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ നദീ തർക്കങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അത് സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങളാണ് ഈ നദീ തർക്കങ്ങളൊക്കെ. അപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ കേരളവും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതിയിലാണ്. ഓക്കെ. ഇനി അടുത്തതാണ് സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കം. ഒന്നാമത്തെ ഇതാണ് ഇപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ. അതൊക്കെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ സുപ്രീം കോടതി കൈകാര്യം ചെയ്യുന്ന കേസുകളാണ്. ഇനി ഭരണഘടനാ അനുച്ഛേദങ്ങളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, ചില കേസിൽ ഇപ്പൊ സ്വത്തിന്റെ ഒക്കെ വന്നത് അങ്ങനെയാണ് അമെന്റ്മെന്റ് ഒക്കെ വന്നത്. അപ്പൊ അതേപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ട്. അത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന കേസാണ്. അതേപോലെ ബെർബാറി കേസ്, അങ്ങനെയൊക്കെ കുറെ
വലിയ കേസുകളുണ്ട്. അപ്പൊ ആ ചില കേസുകളിൽ ഈ എന്താണ് ഉദ്ദേശിക്കണേ നമ്മുടെ ആർട്ടിക്കിളിന്റെ ഒരു വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള ചില കേസുകൾ വരും. അങ്ങനെയുള്ള കേസുകളും സുപ്രീം കോടതിയാണ് പരിഗണിക്കുക. പിന്നെ അതേപോലെ നമ്മുടെ ഹൈക്കോടതികളിൽ നിന്ന് വരുന്ന അപ്പീൽ കേസുകളും ഒക്കെ പരിഗണിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പൊ ഇത്രയും കേസുകളിൽ മാത്രമാണ് സുപ്രീം കോടതി കേസുകൾ പരിഗണിക്കുള്ളൂ. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, അതേപോലെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള കേസ്, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള കേസ്, അതേപോലെ ഭരണഘടന ആർട്ടിക്കിളിന്റെ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള കേസ്, സംസ്ഥാന ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ കേസ്, ഇതൊക്കെയാണ് നമ്മുടെ സുപ്രീം കോടതി പരിഗണിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്ത അതേ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും അത് ബാധകമാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ഇന്ത്യയിലെ എല്ലായിടത്തും നടപ്പാക്കേണ്ടതാണ്. ഇനി സുപ്രീം കോടതിക്ക് ഏത് സമയത്ത് തന്നെ അതിന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാം. ചില സമയങ്ങളിൽ സുപ്രീം കോടതി ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ എന്തെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത് അത് പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരുമാനം, പണ്ട് പറഞ്ഞ തീരുമാനം തെറ്റാണോ ശരിയാണോ എന്ന് പുനഃപരിശോധിക്കാനുള്ള അധികാരം നമ്മുടെ സുപ്രീം കോടതിക്കുണ്ട്. ഏത് സമയത്തും അവര് തന്നെ പറഞ്ഞ കാര്യമായിരിക്കും, പക്ഷെ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പിന്നീട് തോന്നുകയാണെങ്കിൽ, വേറെ കേസുകൾ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് ഉണ്ട്. ഇനി സുപ്രീം കോടതി തന്നെയാണ് അതിനെതിരെയുള്ള കോടതിയെ ലക്ഷ്യ കേസുകൾ പരിഗണിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെയും നോക്കേണ്ട കേസുകളൊക്കെ പരിഗണിക്കുന്നത് സുപ്രീം കോടതി തന്നെയാണ്. സുപ്രീം കോടതിയിൽ വരുന്ന ആ കോടതി ലക്ഷ്യ കേസുകളൊക്കെ പരിഗണിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഈ സുപ്രീം കോടതിക്ക് കുറച്ച് അധികാരങ്ങളുണ്ട്. ഇത് ചോദിക്കാറുണ്ട്, സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടുന്നത് ഏതാണ്? ആ ഇംഗ്ലീഷ് ടേം നോക്കി വെച്ചോളൂ. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ആവശ്യമായിട്ട് വരും. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്നാണ് അതിന് പറയുക. സുപ്രീം കോടതിയുടെ കുറച്ച് അധികാരമുണ്ട്. അതാണ് ഒന്ന് തനത് അധികാരം, പിന്നെ അപ്പീൽ അധികാരം, പിന്നെ ഉപദേശ അധികാരം. ഇതൊക്കെയാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇതില് തനത് അധികാരത്തിൽ വരണതാണ് ചില വ്യവഹാരങ്ങൾ കീഴ്ക്കോടതിയിൽ എത്താതെ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ പരിഗണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ മൗലിക അവകാശങ്ങളുടെ ലംഘനം അങ്ങനെയൊക്കെയുള്ള ചില കേസുകൾ കീഴ്ക്കോടതിയിൽ ഒന്നും പോണ്ട, ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിക്ക് തന്നെ പരിഗണിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ അത് തനത് അധികാരത്തിൽ പെടുന്നതാണ്. സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ് ചില കേസുകളിൽ കീഴ്ക്കോടതിയിൽ എത്താതെ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ ആ കേസ് പരിഗണിക്കാൻ പറ്റും. അത് സുപ്രീം കോടതിയുടെ തനത് അധികാരമാണ്. ഇനി ഫെഡറൽ സമ്പ്രദായത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ, വിവിധ സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിൽ നിയമപരമായ തർക്കങ്ങൾ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാവുക, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ഒരു വാക്കെന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അതാണ് ഈ ഫെഡറൽ സമ്പ്രദായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുന്നത് അധികാര വിഭജനം കൊണ്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ലിസ്റ്റുകൾ, ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെഡറൽ സമ്പ്രദായത്തില് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിൽ വിവിധ ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ, ഇപ്പൊ കേരളം തമിഴ്നാട്, കേരള കർണാടക, അല്ലെങ്കിൽ തമിഴ്നാട് കർണാടക, അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ, നദിയുടെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിർത്തിയുടെ പേരിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ്. അതും സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ സുപ്രീം കോടതിക്കുള്ള അധികാരം ഇങ്ങനെ ചില കേസുകൾ ഡയറക്റ്റ് കീഴ്ക്കോടതി പോവാണ്ട് ഡയറക്റ്റ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന കേസുകൾ, അതേപോലെ തന്നെ ഇങ്ങനെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള കേസ്, സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ അധികാരം സുപ്രീം കോടതിക്ക്. അങ്ങനെയുള്ള അധികാരങ്ങളെയാണ് നമ്മൾ പറയുന്നത് തനത് അധികാരം. ഇനി ഈ തനത് അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 131
നമ്മുടെ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കുന്നതിനുള്ള അധികാരം ഹൈക്കോടതികൾക്കോ മറ്റു കീഴ്ക്കോടതികൾക്കോ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു സുപ്രീം കോടതിക്ക് മാത്രമാണ് അതിനുള്ള അധികാരമുള്ളത്. ഈ അധികാരം ഉപയോഗിച്ച് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും സംസ്ഥാനങ്ങളുടെയും ഭരണഘടനാപരമായ അധികാരങ്ങളെ വ്യാഖ്യാനിക്കുക, അവർക്ക് അതായത് നേരത്തെ പറഞ്ഞതന്നെ തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കും. ഏതൊരു വ്യക്തിക്കും അയാളുടെ ഏതെങ്കിലും ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയ പരിഹാരത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കാം. മൗലിക അവകാശങ്ങൾ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. 12 മുതൽ 35 വരെയുള്ള കാര്യങ്ങൾ, അതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുക. അത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതിനെ സമീപിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ വരിക. ഇത് ക്ലിയർ ആയോ? തനത് അധികാരം എന്താണ് സുപ്രീം കോടതിയുടെ? ക്ലിയർ ആയോ സുപ്രീം കോടതിയുടെ തനത് അധികാരങ്ങള്? ക്ലിയർ ആണോ? കിട്ടിയോ? മൗലിക അവകാശങ്ങളോ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ ഡയറക്റ്റ് കേസ് എടുക്കാം. ഡയറക്റ്റ് കേസ് എടുക്കാന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സുപ്രീം കോടതിയുടെ ഇതിലേക്ക് വരാം. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു അല്ലെ? പിന്നെ എന്തെങ്കിലും കേന്ദ്രങ്ങളും സംസ്ഥാനങ്ങളും അതേപോലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അങ്ങനെ ഉള്ള കേസുകൾ, ഇതൊക്കെ തനത് അധികാരത്തിൽ പെടുന്നതാണ്. ഇനി അടുത്തതാണ് അപ്പീൽ അധികാരം. നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പീൽ അധികാരം എന്ന് പറഞ്ഞാൽ വേറൊരു അധികാരമാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി, അപ്പീൽ കോടതി സുപ്രീം കോടതിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹൈക്കോടതി ഒരു സാധനം തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തീർപ്പ് കൽപ്പിച്ച വിധിക്കെതിരെ നമുക്ക് അപ്പീലായിട്ട് പോകാൻ പറ്റുന്ന സുപ്രീം കോടതിയുടെ അടുത്തേക്കാണ്. ഹൈക്കോടതിയുടെ തീർപ്പുകൾക്കെതിരെ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിലാണ് അപ്പീൽ പോവാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ കൂടാതെ ക്രിമിനൽ കുറ്റങ്ങളിൽ കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ച ഒരാൾക്ക് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അപ്പീലുമായി സമീപിക്കാം. ഇപ്പൊ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായി, അപ്പൊ നമ്മുടെ കീഴ്ക്കോടതികള് വധശിക്ഷയാണ് വിധിച്ചത് എന്നുണ്ടെങ്കിൽ അപ്പീലിനായിട്ട് നമുക്ക് എങ്ങോട്ട് പോവാം? ഹൈക്കോടതിയിലേക്ക് പോവാം. അവിടുന്ന് അപ്പീൽ വാങ്ങിച്ച് നമുക്ക് സുപ്രീം കോടതി വരെ പോവാം. ഓക്കെ, ഇനി ഹൈക്കോടതി അപ്പീൽ അനുവദിച്ചിട്ടില്ലാത്ത വ്യവഹാരങ്ങളിലും സുപ്രീം കോടതിക്ക് സ്വമേധയാ അപ്പീൽ അനുവദിക്കാനും ഹൈക്കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനും ഒക്കെ അധികാരമുണ്ട്. ഓക്കെ, ഹൈക്കോടതി അപ്പീൽ കൊടുത്താലല്ലോ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പീൽ കൊടുക്കാത്ത കേസുകളിൽ പോലും സുപ്രീം കോടതിക്ക് സ്വമേധയാ അപ്പീൽ അനുവദിക്കാനും ഈ ഹൈക്കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനും അങ്ങനെയൊക്കെ അധികാരമുണ്ട്. അപ്പൊ അപ്പീൽ അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. ഒരു വ്യവഹാരവും അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളും പുനഃപരിശോധിക്കുക എന്നതാണ് അപ്പീൽ അധികാരം. അതായത് നമുക്കറിയാലോ, ഒരു സ്ഥലത്ത് നീതി നിഷേധിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിലേക്കുള്ള നമുക്കറിയാം മറ്റേ കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അപ്പീൽ ഉപയോഗിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യണതാണ്. അപ്പൊ ഇതേപോലെ ഹയർ ലെവലിലേക്ക് പോവുക, അതാണ് അപ്പീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പീൽ കിട്ടില്ലേ? അപ്പീൽ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇത് ക്ലിയർ ആയില്ലേ? അപ്പീൽ അധികാരം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തൊരു അധികാരമാണ് ഉപദേശ അധികാരം കേട്ടോ. അടുത്തത് സുപ്രീം കോടതിക്കുള്ള അധികാരമാണ് ഉപദേശ അധികാരം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ആർട്ടിക്കിൾ 143 അനുസരിച്ചാണ് ഉപദേശാധികാരം ഉള്ളത്. അപ്പൊ ഈ രാഷ്ട്രപതിക്ക് എന്തെങ്കിലും കാര്യത്തെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിയമവശങ്ങൾ അതിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ സുപ്രീം കോടതിയോട് അഭിപ്രായം ചോദിക്കാൻ പറ്റും. ആർക്ക്? രാഷ്ട്രപതിക്ക്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഉപദേശ അധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉയർന്നു വന്നതോ ഉയർന്നു വരാൻ സാധ്യതയുള്ളതോ ആയ പൊതുപ്രാധാന്യമുള്ള നിയമത്തിന്റെയോ വസ്തുതയുടെ ഏതെങ്കിലും ചോദ്യത്തില്, അതേപോലെ ഭരണഘടനയ്ക്ക് മുമ്പുള്ള ഉടമ്പടി, കരാർ, കവനന്റ് അല്ലെങ്കിൽ അതിന് മറ്റു ഉപകരണങ്ങൾ, എന്തെങ്കിലും തർക്കങ്ങൾ, ഇത്രേ ഉള്ളൂ. രാഷ്ട്രപതിക്ക് എന്തെങ്കിലും കേസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കരാറുകൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമവശം അറിയണം എന്നുണ്ടെങ്കിൽ ഉപദേശം ചോദിക്കാൻ പറ്റും സുപ്രീം കോടതിയുടെ അടുത്ത്. ആ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 143 അനുസരിച്ച് പ്രസിഡന്റിന് അങ്ങനെ ഒരു പ്രസിഡന്റിന് എന്തെങ്കിലും കാര്യത്തെ പറ്റി അഭിപ്രായം, ഒരു നിയമവശം അതിന്റെ അറിയണമെങ്കിൽ സുപ്രീം കോടതിനെ സമീപിക്കാൻ പറ്റും. അപ്പോ സുപ്രീം കോടതി അതിന് ഒരു ഉപദേശങ്ങൾ കൊടുക്കും, ഇന്നതുപോലെ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ നിയമവശങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഈ ഉപദേശിച്ച കാര്യം പ്രസിഡന്റിന് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് നിഷേധിക്കാം.
അപ്പൊ ഈ പ്രസ്തുത വിഷയത്തിൽ കോടതിയുടെ ഉപദേശമോ അഭിപ്രായമോ രാഷ്ട്രപതിക്ക് അയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അത് അപ് ടു പ്രസിഡന്റ് ആണ്. ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഉപദേശം സ്വീകരിക്കാം, സ്വീകരിച്ചില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു നിയമത്തെ പറ്റിയൊക്കെയുള്ള അഭിപ്രായം തേടാനായിട്ട് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. അതാണ് ഈ ഉപദേശാധികാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഉപദേശാധികാരം ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? മെസ്സേജ് എനിക്ക് ക്ലിയർ ആയിട്ടില്ല, ഇതൊന്നും കൂടി പറയാമോ? ഉപദേശാധികാരാണോ? ആ ആ, ഉപദേശാധികാരാണ്. അതെ അതെ. ഉപദേശാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരുപാട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നു. ഈ ആളുകളെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കരാറിനെ പറ്റിയോ ഒരു രാഷ്ട്രം ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നിയമവശങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവൂലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കേസുകൾ വരുമ്പോ എന്തെങ്കിലും കാര്യത്തിന്റെ നിയമവശങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് ഇപ്പൊ ഏതെങ്കിലും കാര്യത്തെ പറ്റിയുള്ള ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഒരു നിയമവശം ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വക്കീലിനെ കണ്ടിട്ട് ഉപദേശം ചോദിക്കില്ലേ, വക്കീലിനെ കണ്ടിട്ട് കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യില്ലേ. അപ്പൊ എന്താ വക്കീല് നമ്മളോട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതേപോലെ തന്നെ ഈ പ്രസിഡന്റിന് എന്തെങ്കിലും കാര്യത്തെ പറ്റി നിയമവശത്തെ പറ്റി സംശയമോ അങ്ങനെ എന്തെങ്കിലും ഉപദേശമോ എന്താ ചെയ്യേണ്ടേ എന്ന് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും, സുപ്രീം കോടതിയോട് ചോദിക്കാൻ പറ്റും. അപ്പൊ അതിനൊരു സൊല്യൂഷൻ സുപ്രീം കോടതി കൊടുക്കും. അല്ലെങ്കിൽ ഒരു നിയമം വ്യാഖ്യാനിക്കേണ്ട കേസാണെങ്കിൽ അതിനെ പറ്റിയുള്ള നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇപ്പൊ ഒരു ഉപദേശം ഇപ്പൊ വക്കീലിന്റെ അടുത്ത് നമ്മളൊരു കേസുമായിട്ട് പോകുന്നു, വക്കീല് പറയണു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടാന്ന് വെക്കാം. അതേപോലെ തന്നെ പ്രസിഡന്റിന് കേസ് ജയിക്കണമെങ്കിൽ ആള് പറയണത് കേൾക്കണമായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്, ആ പെർസ്പെക്റ്റീവ് പറഞ്ഞതാ. അപ്പൊ അതേപോലെ തന്നെ പ്രസിഡന്റിന് ഇതിനൊരു കാര്യത്തെ പറ്റി അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി അതിന് പകരമായിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഉപദേശമൊക്കെ പറയും. അത് വേണമെങ്കിൽ പ്രസിഡന്റിന് കേൾക്കാം, ഇല്ലെങ്കിൽ കേൾക്കാതിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം ആരായ പ്രസിഡന്റിന്റെ അധികാരമുണ്ട്. അഭിപ്രായം പറയുന്നല്ല, അതിനെപ്പറ്റി ആ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സുപ്രീം കോടതിക്കും അധികാരമുണ്ട്. അതാണ് ഈ ഉപദേശാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സംശയം ചോദിച്ച ആൾക്ക് മനസ്സിലായ? ക്ലിയർ ആയി. ആ ഓക്കെ. നമ്മൾ പറയണത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ ഉയർന്നു വന്നതോ ഉയർന്നു വരാൻ സാധ്യതയായ ഏതെങ്കിലും പൊതു പ്രാധാന്യമുള്ള നിയമത്തിന്റെ വസ്തുതയുടെ ഏതെങ്കിലും ചോദ്യത്തില് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ 143 പ്രകാരം സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. അതാണ് ഉപദേശാധികാരം. ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന തർക്കത്തിന് എന്തെങ്കിലും നിയമവശങ്ങൾ അറിയെങ്കിൽ ഈ കോടതിയുടെ ഉപദേശമോ അഭിപ്രായമോ രാഷ്ട്രപതിക്ക് അയച്ചാൽ രാഷ്ട്രപതി സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ രാഷ്ട്രപതിക്ക് അതിനെപ്പറ്റി ഉപദേശമോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രസിഡന്റിന് സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. ഇനി അടുത്ത ഒരു അധികാരമാണ് സുപ്രീം കോടതിക്കുള്ള അടുത്ത ഒരു അധികാരമാണ് റിട്ട് അധികാരം. റിട്ട് അധികാരം നമുക്ക് നേരത്തെ പറഞ്ഞതാണ്. ഈ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയാലാണ് നമ്മുടെ ഈ റിട്ട് അവകാശം ഉപയോഗിക്കണത്. നമ്മുടെ റിട്ട് അധികാരം ഉള്ളത് നമുക്കല്ല, കോടതിക്ക്. അപ്പൊ ഏതൊരു വ്യക്തിക്കും അയാളുടെ ഏതെങ്കിലും മൗലിക അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയ പരിഹാരത്തിനായി നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരാളെ കാണാണ്ടായി, അപ്പൊ ഹേബിയസ് കോർപ്പസ് കൊടുക്കാം. അപ്പൊ അന്യായമായി തടവിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഹേബിയസ് കോർപ്പസ് കൊടുക്കാം. പക്ഷെ ഈ റിട്ട് അധികാരം ഹൈക്കോടതിക്കും ഉണ്ട്, സുപ്രീം കോടതിക്കും ഉണ്ട്. ഈ വേറെ കോടതികൾക്കൊന്നും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരവും ഇല്ല. അപ്പൊ മൗലിക അവകാശം പുനഃസ്ഥാപിക്കുന്നതിനായി റിട്ടുകളുടെ രൂപത്തിൽ സുപ്രീം കോടതി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാം. മെയിൻ ആയിട്ട് മൗലിക അവകാശങ്ങളുടെ ലംഘനം ഉണ്ടാവുമ്പോഴാണ് ഈ പറഞ്ഞ റിട്ട് എന്ന സംഭവം നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ. ഈ റിട്ടുകളുടെ ഈ ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി റിട്ടുകൾ 226 പ്രകാരമാണ് ഹൈക്കോടതിയുടെ റിട്ടുകളെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 226-ലും
സുപ്രീം കോടതിയുടെ റിട്ടിന്റെ കാര്യം പറയണത് ആർട്ടിക്കിൾ 32-ലാണ്. 2 ആർട്ടിക്കിളും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും എപ്പോഴും മാറി മാറി ചോദിക്കണതാണ് കേട്ടോ. 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. ഹൈക്കോടതിക്കാണെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരം. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ടേ, ഒരു മിനിറ്റ് കേട്ടോ. ഇല്ലല്ലേ, ഒറ്റ മിനിറ്റ്. ഇപ്പൊ നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് PYക്കാണ്, 2024 ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ, ശരിയോ തെറ്റോ? തനതധികാരം ഇപ്പൊ നമ്മൾ പറഞ്ഞു. ശരിയാണ്. അടുത്തത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം. ശരിയാണ്. അടുത്തത് അപ്പീൽ അധികാരം. തെറ്റാണ്. അടുത്തത് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ശരിയാണ്. അതാണ് ഈ പ്രശ്നം. അതായത് തനതധികാരത്തിൽ പെടാത്തതാണ്. തനതധികാരത്തിൽ മറ്റേത് വേറെ അധികാരങ്ങളാണ്. റിട്ട് അധികാരം വേറൊരു അധികാരം, അപ്പീൽ അധികാരം വേറെ അധികാരം, ഉപദേശാധികാരം അത് വേറെ അധികാരം. ഇത് കൂടാണ്ടുള്ള ഒരു അധികാരമാണ് തനതധികാരം. അതിൽ പറയണ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം, അതേപോലെ തന്നെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അതൊക്കെയാണ് തനതധികാരത്തിൽ വരിക. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായി എന്താ ഉദ്ദേശിച്ചെന്ന്? എന്നാ സുപ്രീം കോടതിക്ക് ഏതൊക്കെ തരം അധികാരം ഉണ്ടെന്ന് ചോദിച്ചാൽ ആ പറഞ്ഞ അധികാരമൊക്കെ ഉണ്ട്. അപ്പീൽ അധികാരം ഉണ്ട്, റിട്ട് അധികാരം ഉണ്ട്, അതേപോലെ തന്നെ ഉപദേശാധികാരം ഉണ്ട്, തനതധികാരം ഉണ്ട്. ഇപ്പൊ ഇത് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ പറഞ്ഞത് ക്ലിയർ ആയോ? നമ്മുടെ സുപ്രീം കോടതിക്ക് ഉള്ള അധികാരങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഒന്ന് തനതധികാരം ഉണ്ട്. തനതധികാരം 3 കാര്യങ്ങളിലാണ് ഈ പറയുന്നത് തനതധികാരം. ഒന്ന്, കീഴ്ക്കോടതിയിൽ എത്താതെ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ പരിഗണിക്കാവുന്ന കേസ് തനതധികാരത്തിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ ഈ തർക്കങ്ങൾ, കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള തർക്കം, 2 സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കം, അത് തനതധികാരത്തിൽ വരുന്നതാണ്. അങ്ങനെയുള്ള അധികാരമാണ് തനതധികാരിക്ക് അധികാരം എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതിക്ക് മാത്രമുള്ള ഇങ്ങനത്തെ അധികാരമാണ് തനതധികാരം. പിന്നെ നമ്മൾ പറഞ്ഞ ഇതാണ് ഈ തനതധികാരം എന്ന് പറയുമ്പോൾ അതില് ഈ ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കാൻ ഹൈക്കോടതിക്കോ മറ്റ് കീഴ്ക്കോടതിക്കോ അധികാരം ഇല്ല. അതായത് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ പോവാൻ ഹൈക്കോടതിക്ക് അധികാരം ഇല്ല. അതിനൊക്കെ അധികാരമുള്ളത് സുപ്രീം കോടതിക്കാണ്. ഓക്കെ. അപ്പൊ പിന്നെയുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ഒന്ന് അപ്പീൽ അധികാരം, അതേപോലെ ഉപദേശാധികാരം, പിന്നെ റിട്ട് അധികാരം. ഇതൊക്കെ സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. പക്ഷെ തനതധികാരത്തിൽ പെടുന്നത് എന്തൊക്കെയാണെന്ന് പ്രത്യേകം പഠിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ഹൈക്കോടതി. ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് 1861-ലാണ്. മെയിൻ പോയിന്റുകൾ മാത്രം പറയണുള്ളൂ PYക്ക് വെച്ച്. 1861 പ്രകാരമാണ് ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ പോലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിനായി രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരോടും ഉപദേശം ചോദിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വെറുതെ പിടിച്ച് ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് ആരോടൊക്കെ അനുവാദമല്ല, ഉപദേശം ചോദിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും അതേപോലെ തന്നെ ആ സ്റ്റേറ്റിലെ ഗവർണറിനോടും ഉപദേശം ചോദിച്ചിട്ട് മാത്രമാണ് ഒരു ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, രാഷ്ട്രപതി അതേപോലെ തന്നെ സുപ്രീം കോടതി രാഷ്ട്രപതിയാണല്ലോ നിയമിക്കുന്നത്. അപ്പൊ ഈ രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും അതാത് സംസ്ഥാനത്തെ ഗവർണർമാരോടും ഉപദേശം ചോദിച്ചിട്ടാണ് പ്രസിഡന്റ് ആരെ അപ്പോയിന്റ് ചെയ്യുക? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുക. ഇനി അവിടെ നമ്മൾ പറഞ്ഞു ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാര് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അതേപോലെ തന്നെ അപ്പോയിന്റ് ചെയ്യണത് രാഷ്ട്രപതിയാണ്.
പക്ഷെ സത്യപ്രതിജ്ഞ ചെയ്യണത് ഗവർണറുടെ മുന്നിലാണ് ഹൈക്കോടതി ജഡ്ജിമാര്. അവിടെയാണെങ്കിൽ അത് പ്രസിഡന്റിന്റെ മുന്നിലാണ് സുപ്രീം കോടതിയുടെ കേസില്. ഇനി ഹൈക്കോടതി ജഡ്ജിമാര് രാജിക്കത്ത് കൊടുക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? അപ്പോയിന്റ് ചെയ്യണത് രാഷ്ട്രപതിയാണ്, പക്ഷെ സത്യപ്രതിജ്ഞ ഇവര് ചൊല്ലുന്നത് ഗവർണറുടെ മുന്നിലാണ്. രാജിക്കത്ത് കൊടുക്കുന്നത് പക്ഷെ രാഷ്ട്രപതിക്കുമാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്ക് തന്നെയാണ് മിക്കവാറും രാജിക്കത്തും കൊടുക്കുക മിക്കവാറും കേസുകളിൽ. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് ആരാ? പ്രസിഡന്റ്. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതേ രീതിയിലാണ് ഹൈക്കോടതി ജഡ്ജസിനെ നീക്കം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 62 വയസ്സാണ്. ഇനി നിങ്ങക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില സംസ്ഥാനങ്ങൾക്ക് ആകെ കൂടി എന്താ പറയാ 2-3 സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു ഹൈക്കോടതിയെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആകാം എന്ന് പറയണ ഭേദഗതിയാണ് 7ാം ഭേദഗതിയിലാണ് അങ്ങനെ പറയണത്. 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ആകാം. അപ്പൊ ചില സംസ്ഥാനങ്ങൾക്ക് ഹൈക്കോടതി ഉണ്ടാവണം നിർബന്ധമില്ല. അവർക്ക് 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ആകാം എന്ന് പറയണ ഒരു ഭേദഗതിയാണ് 7ാമത്തെ ഭേദഗതി. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇപ്പൊ ഗുവാഹത്തി എന്ന് പറയണത്, ഗുവാഹത്തി ആസാമിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഗുവാഹത്തിൽ ഇവിടെ ഉണ്ട്. ഗുവാഹത്തിയിലെ പോലെയുള്ള ഒരു ഹൈക്കോടതിയില് ശരിക്കും പറഞ്ഞ 4 സംസ്ഥാനങ്ങള് ഗുവാഹത്തി ഹൈക്കോടതിയുടെ അണ്ടറിൽ വരുന്നുണ്ട്. അതായത് ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, അങ്ങനെ 4 സംസ്ഥാനങ്ങൾക്കുള്ള ഒരു ഹൈക്കോടതിയാണ് ഗുവാഹത്തി. അങ്ങനെ അപ്പൊ വേറെ 2-3 സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു ഹൈക്കോടതി ആവണതിന് പ്രശ്നമില്ല. അത് പറയണ ഭേദഗതിയാണ് 7ാം ഭേദഗതി. ഇത് ക്ലിയർ ആയോ? ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ. അപ്പൊ അത് 7ാം ഭേദഗതിയിലാണ് അങ്ങനെ പറയണത്. ഇനി MP-മാരുടെയും MLA-മാരുടെയും ഇലക്ഷൻ തർക്കങ്ങൾ പരിഹരിക്കാനൊക്കെ അധികാരം ഹൈക്കോടതിക്കാണ് കേട്ടോ. MP-മാര്, MLA-മാര് അങ്ങനെയുള്ളവരുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് ഹൈക്കോടതിയിലാണ്. ഇനി ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹാബാദ് ഹൈക്കോടതിയാണ്. അത് അറിഞ്ഞിരുന്നാൽ മതി, പഠിക്കണമെന്നില്ല. ഏറ്റവും കുറവ് സിക്കിം ഹൈക്കോടതിയിലാണ് ജഡ്ജസിന്റെ എണ്ണം ഉള്ളത്. ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് അധികാരപരിധിയുള്ള ഹൈക്കോടതി നേരത്തെ ഞാൻ പറഞ്ഞു ഗുവാഹത്തി ഹൈക്കോടതിയിൽ 4 സ്റ്റേറ്റ് അതിന്റെ അണ്ടറിൽ വരും. ഇപ്പൊ കേരളത്തിന്റെ കേസിലടങ്ങിയ ലക്ഷദ്വീപ്, ഇതൊക്കെ ഇതിന്റെ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ അണ്ടറിൽ വരേണ്ടതാണല്ലോ. ഓക്കെ, ഇനി ഹൈക്കോടതിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ കീഴ്ക്കോടതിയിൽ നിന്ന് അപ്പീൽ വന്ന കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. ഇനി സംസ്ഥാന നിയമസഭ, അവിടെ കേന്ദ്ര നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കാൻ സുപ്രീം കോടതിക്കാണ് അധികാരം. കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ്. ഇവിടെ സംസ്ഥാനങ്ങൾ നിയമങ്ങൾ എന്തെങ്കിലുമൊക്കെ പാസ്സാക്കുകയാണെങ്കിൽ അത് വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കാണ്. ഓക്കെ, ഏതെങ്കിലും നിയമങ്ങളെ പറ്റിയൊക്കെ പറയാനൊക്കെ ആയിട്ടുള്ള അധികാരമുള്ളത്. ഇത്രയും ക്ലിയർ അല്ലേ? ഹൈക്കോടതി ക്ലിയർ അല്ലേ? കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്നറിയോ? KT കോശി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. ആദ്യത്തെ വനിതയായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയിലാണ് സുജാത മനോഹർ കേട്ടോ. സുജാത മനോഹർ. ക്ലിയർ ആയോ? ഈ 2 പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് KT
കോശി. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ഫസ്റ്റ് വനിതയാണ് സുജാത മനോഹർ. ഇനി കെ ഉഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ട്. അത് ആദ്യം മലയാളി വനിതയാണ്. കേരള ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി വനിതയാണ് കെ ഉഷ. ഇനി നിങ്ങൾ അന്ന ചാണ്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അന്ന ചാണ്ടി കേട്ടിട്ടുണ്ടോ? ആള് കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി ഒക്കെയാണ് കേട്ടോ. അന്ന ചാണ്ടി ആദ്യത്തെ വനിതാ ജഡ്ജി, ചീഫ് ജസ്റ്റിസ് അല്ല, ആദ്യത്തെ വനിതാ ജഡ്ജി. ഓക്കെ. പിന്നെ ആള് തന്നെയാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിലും ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജി വനിതാ ജഡ്ജ്, ഫസ്റ്റ് വനിതാ ജഡ്ജാണ് കേട്ടോ അന്ന ചാണ്ടി. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു ജില്ലാ കോടതികള് ആ ഒരു ഇത് പ്രകാരം നോക്കിയേ, ഹൈക്കോടതി കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോടതിയാണ് ജില്ലാ കോടതി. ജില്ലാ കോടതി നമ്മൾ പറഞ്ഞു ജില്ലയിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. ഇനി അടുത്തതാണ് കീഴ്ക്കോടതികള്. അത് ഇതിന്റെ ഭാഗമല്ല, വേറെയാണ് കീഴ്ക്കോടതികള്. ഞാൻ ഹെഡിങ് ഹൈലൈറ്റ് ചെയ്യാൻ മറന്നതാണ്. ഈ കീഴ്ക്കോടതിയിൽ ഉൾപ്പെടുന്നവരെയാണ് സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഇതൊക്കെ ഈ കീഴ്ക്കോടതിയിൽ പെടുന്നതാണ്. ഇനി നമ്മുടെ ഈ താലൂക്ക് തലത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അത് സബ് കോടതിയില്, മുൻസിഫ് കോടതിയില്, മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ ആയിട്ടാണ് നമ്മുടെ താലൂക്ക് തലത്തില് ഓരോ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതി ഏതാന്ന് ചോദിച്ചാൽ ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതിയാണ് ജില്ലാ ആൻഡ് സെഷൻസ് കോടതി. ഓക്കെ, സെഷൻസ് കോടതി എന്നൊക്കെ നിങ്ങൾ കേട്ടല്ലേ. ജില്ലാ ആൻഡ് സെഷൻസ് കോടതിയാണ് ഒരു ജില്ലയിലെ ക്രിമിനൽ കോടതി, ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതി. ഇനി ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു ഈ കീഴ്ക്കോടതിയിൽ വരണതാണ് ഏത്? സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതിയൊക്കെ. താലൂക്ക് തലത്തിലുള്ള കേസുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇതില് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴത്തെ കോടതി ഏതാന്ന് ചോദിച്ചാൽ അത് മുൻസിഫ് കോടതിയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. മുൻസിഫ് കോടതിയിലാണ് സാധാരണ കേസുകൾ, സിവിൽ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാന്ന് ചോദിച്ചാൽ അത് മുൻസിഫ് കോടതിയാണ്. എന്നാൽ ക്രിമിനൽ കേസുകളില്ലേ, എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ ആയിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും കേസുകൾ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴത്തെ തട്ടിലെ കോടതി ഏതാന്ന് ചോദിച്ചാൽ അത് മജിസ്ട്രേറ്റ് കോടതിയാണ്. മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? മുൻസിഫിലാണെങ്കിൽ സിവിൽ കേസുകളാണ് കൈകാര്യം ചെയ്യുക, മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിമിനൽ കേസാണ് കൈകാര്യം ചെയ്യുക. ക്ലിയർ ആണോ ആ പോയിന്റ്? ക്ലിയർ ആണോ? ചോദിച്ചിട്ടുണ്ട് കേട്ടാ. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴത്തെ കോടതി ഏതാന്ന് ചോദിച്ചാ ഏത് കോടതിയാ? മജിസ്ട്രേറ്റ് കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴത്തെ ലെവലുള്ള കോടതി ഏതാ? മുൻസിഫ് കോടതി കേട്ടോ. ഓക്കെ. ഇനി അടുത്തതാണ് പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്ന ഒരു ഹർജി. പൊതു താല്പര്യ ഹർജി ഇത് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ അണ്ടറിൽ വരുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് പൊതു താല്പര്യ ഹർജി. അത്രയൊന്നും നിങ്ങൾ പോകണ്ട, അത് ഇത്തിരി ഹയർ ലെവലാണ്. ഒന്നുമില്ല, പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഇപ്പൊ ഒരു വായു മലിനീകരണം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ആളുകളെ സംബന്ധിച്ച് ബൾക്കായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് നേരിട്ട് കേസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് നമ്മള് ചിലപ്പോ കോടതിക്ക് നേരിട്ട് കേസ് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഇരകളായവർക്ക് വേണ്ടിയിട്ട് വേറൊരാൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സാധനമാണ് പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് പറയാം. ഞാൻ സാധാരണ ഒരു വ്യക്തി കോടതിയെ സമീപിക്കുന്നത് വ്യക്തിപരമായി അയാൾ കക്ഷിയാകുമ്പോഴോ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴോ തർക്കങ്ങൾ ഉൾപ്പെടുമ്പോഴോ ആണ് അല്ലെ. നമ്മളൊരു സാധാരണ നമ്മൾ വെറുതെ ഒരു കാര്യത്തിന് കോടതിയിൽ പോവുക ഇല്ല. നമുക്ക് എന്തെങ്കിലും കേസ് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ എന്തെങ്കിലും തെറ്റി, നമ്മുടെ അവകാശങ്ങൾ എന്തെങ്കിലും നിഷേധിക്കപ്പെട്ടു, അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടായി. ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാള് അതിർത്തി തർക്കം, അല്ലെങ്കിൽ നമ്മുടെ ഒരാൾ പിടിച്ചിട്ട് തല്ലി, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ നമ്മളെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, കോടതിനെ സമീപിക്കുന്നത്. പക്ഷെ 1979 മുതൽ കോടതി വേറൊരു കാര്യത്തിന് തുടക്കമിട്ടു. അവിടെ എന്ന് പറയുമ്പോ ഈ ഇങ്ങനെ വേറൊരു കാര്യം, പുതിയൊരു കാര്യം എന്ന് പറയുന്നത് കേസുകള്
കോടതിയിൽ ബോധിപ്പിച്ചത് ഇരകളായിരുന്നില്ല. ഇപ്പൊ എന്നെ ആരെങ്കിലും പിടിച്ചിട്ട് തല്ലി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു നാട്ടിലൊരു പ്ലാസ്റ്റിക് ഇഷ്യൂ വന്നു. അപ്പൊ അവിടെ ആ പ്ലാസ്റ്റിക് ഇഷ്യൂ കൊണ്ടുണ്ടായ ശല്യം ഉണ്ടായ പ്ലാസ്റ്റിക് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായി. അപ്പൊ എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, ഇരകളായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ട്രെയിനിൽ ഒരു പെൺകുട്ടീനെ തള്ളിയിട്ടു. അപ്പൊ ഒരു പൊതു താല്പര്യ ഹർജി വേണമെങ്കിൽ കൊടുക്കാം. ആ തള്ളി വീണ പെൺകുട്ടിക്ക് തന്നെ കൊടുക്കണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിന് കുറെ നിയമവശങ്ങൾ വേറെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ കേസുകൾ കോടതിയിൽ ബോധിപ്പിച്ചത് ഇരകളായിരുന്നില്ല, മറിച്ച് അവർക്ക് വേണ്ടി മറ്റുള്ളവര് കൊണ്ടുപോയി കേസ് കൊടുക്കാം. അപ്പൊ അതിനെ പറയണാണ് പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. പൊതു താല്പര്യമുള്ള ഒരു പ്രശ്നം, ഇപ്പൊ ഒരു ട്രെയിനിലെ സുരക്ഷയെ പറ്റി, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെൺകുട്ടികളുടെ സുരക്ഷയെ പറ്റി, അങ്ങനെ എല്ലാവർക്കും താല്പര്യമുള്ള പൊതു താല്പര്യമുള്ള പ്രശ്നങ്ങള് പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ 1979 കോടതി തുടക്കമിട്ടത്. പൊതു താല്പര്യമുള്ള ഒരു പ്രശ്നം അതിലടങ്ങിയിരിക്കുന്നു എന്ന പരിഗണനയിൽ ആ കേസുകൾ സ്വീകരിക്കപ്പെടുകയും അത്തരത്തിലുള്ള കേസുകൾ പൊതു താല്പര്യ ഹർജികൾ എന്ന് പറയപ്പെടുന്നു. ഇരകൾ തന്നെ വേണമെന്നില്ല ആ കേസുകൾ ബോധിപ്പിക്കാൻ. അവർക്ക് വേണ്ടി ആർക്ക് വേണമെങ്കിലും ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ഒക്കെ ഈ പറഞ്ഞ പൊതു താല്പര്യ ഹർജി പ്രകാരം കേസ് കൊടുക്കാം. ഇപ്പൊ അങ്ങനെ ഒരു കേസാണ് ഈ ജീവനക്കാരല്ല, ജയിലിലെ അന്തേവാസികൾക്ക് മാന്യമായിട്ടുള്ള ഫുഡ് കൊടുക്കണില്ല, അങ്ങനെയൊക്കെ ഒരു പൊതു താല്പര്യ ഹർജി. അതൊരു ഇങ്ങനെ ഒരു കഥ കേട്ടുണ്ട്, കഥയല്ല, ഒറിജിനൽ ഉണ്ടായതാന്ന് തോന്നും. ഒരു തുണ്ട് കഷ്ണം പേപ്പറിൽ ഒരു ജയിലിൽ ഉള്ള ഒരാള് അവിടെ അനുഭവിക്കുന്ന ക്രൂരതകളെ പറ്റിയുള്ള ഒരു പേപ്പർ ജഡ്ജിക്ക് കിട്ടി. അങ്ങനെയൊക്കെ പൊതു താല്പര്യ ഹർജി, അവര് നേരിടുന്ന ക്രൂരതകളെ പറ്റിയൊക്കെ വെച്ച് അങ്ങനെ സ്വമേധയാ കേസ് സുപ്രീം കോടതി എടുത്തു. അങ്ങനെയൊക്കെ പൊതു താല്പര്യ ഹർജിയെ പറ്റി അങ്ങനെയൊക്കെ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിലവിലുള്ള അവകാശങ്ങളുടെ സംരക്ഷണം, ദരിദ്രരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തൽ, പരിസ്ഥിതിയുടെ സംരക്ഷണം തുടങ്ങി പൊതു താല്പര്യമുള്ള മറ്റു പല പ്രശ്നങ്ങളും നീതിന്യായ വിഭാഗത്തിന്റെ ഇടപെടൽ തേടിക്കൊണ്ട് പൊതുബോധമുള്ള പൗരന്മാർക്കും ജനകീയ സംഘടനകൾക്കും സംഘടനകൾക്ക് കോടതിയെ സമീപിക്കാം. അങ്ങനെയുള്ള മാർഗമാണ് പൊതു താല്പര്യ ഹർജികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയൊക്കെ പറയുന്ന പേരാണ് ഈ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് പൊതു താല്പര്യ ഹർജികൾ എന്ന് പറയുന്നത്. അപ്പൊ തങ്ങൾക്ക് മുന്നിലെത്തുന്ന കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന നീതിന്യായ വിഭാഗം എന്തെങ്കിലും പേപ്പർ കട്ടിങ്സിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഓഫീസിലൂടെ ലഭിക്കുന്ന പരാതികൾ, അങ്ങനെ എന്ത് പോസ്റ്റിക്കോടെ കിട്ടുന്ന പരാതികൾ, അങ്ങനെയുള്ള കേസുകളും മറ്റു കോമൺ ആയിട്ട് ജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന പ്രശ്നങ്ങളിൽ നേരിട്ട് സുപ്രീം കോടതിക്ക് ഇടപെടാനായിട്ട് തുടങ്ങി. അതാണ് പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പൊതു താല്പര്യ ഹർജി ക്ലിയർ അല്ലേ? നമ്മൾ പേപ്പറിൽ വായിക്കേണ്ടതാണ് പൊതു താല്പര്യ ഹർജി പ്രകാരം എന്നൊക്കെ പറഞ്ഞിട്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത് സാധാരണ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ഇതാണ്. അപ്പൊ ഇതൊക്കെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ ഈ ജുഡീഷ്യൽ ആക്ടിവിസത്തിന് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പൊതു താല്പര്യ ഹർജിയൊക്കെ ജുഡീഷ്യൽ ആക്ടിവിസത്തിൽ വരണതാണ്. അപ്പൊ നമുക്ക് ഈ സുപ്രീം കോടതികൾക്ക് നേരിട്ട് ഒരു പ്രശ്നത്തെ പറ്റി ആളുകൾ ഇപ്പൊ റോഡില് പണി നടക്കുന്നു, കുറെ ആളുകൾ മരിക്കുന്നു, അങ്ങനെയൊക്കെ, അങ്ങനെ ഡയറക്റ്റ് കേസൊക്കെ എടുക്കാൻ പറ്റൂലോ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എടുത്തു തുടങ്ങിയപ്പോ അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. കുറെ പേര് ഉത്തരവാദിത്തമുള്ളവരായി, അപ്പൊ കൂടുതൽ അങ്ങനെയൊക്കെ പല ഇതുണ്ടായി. പിന്നെ അതിന്റെ ദോഷം എന്ന് പറയുന്നത് കോടതിയുടെ ജോലിഭാരമൊക്കെ കൂടി. കാര്യം ഓൾറെഡി കേസ് ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ കോടതിയിൽ. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ പിന്നെയും കേസുകൾ വരുമ്പോ അങ്ങനത്തെ ഒക്കെ ഓരോ ചെറിയ ചെറിയ ദോഷങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തൊരു സാധനമാണ് നീതിന്യായ പുനഃപരിശോധന, ജുഡീഷ്യൽ റിവ്യൂ. അതായത് ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിച്ച് ആ നിയമം ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അതിനെ ഭരണഘടനാ വിരുദ്ധമെന്നും, പ്രയോഗപരത ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഒരു നിയമം വരികയാണ്. ആ നിയമം വന്നു കഴിയുമ്പോ അത് ഭരണഘടനയുടെ തത്വങ്ങൾക്ക്, ഇപ്പൊ നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് വരുന്നത്. അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല. ഇപ്പൊ
കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് വിവാദമായ ഹിജാബ് കേസ്, അങ്ങനെ പലതരം കേസുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഭരണഘടന വിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് ഇപ്പൊ മതേതരത്വത്തിനെതിരാണ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഒരു നിയമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു നിയമം ഇറങ്ങിക്കഴിഞ്ഞ് ആ നിയമം തെറ്റാണ് അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധാണെന്നും അല്ലെങ്കിൽ അത് ഒന്നും കൂടി പുനഃപരിശോധിക്കാൻ, ഇതൊന്നും കൂടി ചെക്ക് ചെയ്യാനൊക്കെയുള്ള അധികാരമുണ്ട്. അതിനെയാണ് നീതിന്യായ പുനഃപരിശോധന എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നും കൂടി വായിച്ചു നോക്കിയോ. ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിച്ച് ആ നിയമം ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അതിനെ ഭരണഘടനാ വിരുദ്ധമെന്നും പ്രയോഗപരിധിയല്ലെന്നും പ്രഖ്യാപിക്കാൻ, ഇത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അധികാരത്തെയാണ് നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്നത്. ഈ വേർഡിൽ തന്നെയുണ്ട് നീതി ന്യായ പുനഃപരിശോധന. ഉണ്ടാക്കിയ നിയമങ്ങള് ഭരണഘടനയ്ക്ക് എതിരാണ് അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന സ്ട്രക്ചറിന് എതിരാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഒന്നും കൂടി പുനഃപരിശോധിക്കാനുള്ള അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. പക്ഷെ ഇങ്ങനെ ഒരു ടേമിനെ പറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ക്ലിയർ ആയോ? നീതിന്യായ പുനഃപരിശോധന ക്ലിയർ ആയോ? ഒരു നിയമം വരുമ്പോ ആ നിയമത്തിന്റെ സാധുതകളൊക്കെ പരിശോധിച്ച് അത് ഭരണഘടനയ്ക്ക് എതിരാണോ എന്നൊക്കെ നോക്കി പുനഃപരിശോധിക്കാനുള്ള ഒരു അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയാം. ഇന്ത്യയിൽ മൗലിക അവകാശത്തിന് വിരുദ്ധമെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കി, കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കി, അത് നമ്മുടെ മൗലിക അവകാശത്തിന് വിരുദ്ധമാണെങ്കിൽ അതൊക്കെ റദ്ദ് ചെയ്യാനൊക്കെ ഉള്ള അധികാരം നമ്മുടെ സുപ്രീം കോടതിക്ക് ഉണ്ട്. അതാണ് ഈ നീതിന്യായ പുനഃപരിശോധന എന്നൊക്കെ പറയുന്നത്. ഇനി ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന അധികാര വിഭജനത്തിന് വിരുദ്ധമെങ്കിൽ ഒരു നിയമം, അതായത് നമ്മുടെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യണതാണ് ഫെഡറലിസ്റ്റ് അധികാര വിഭജനാണ്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഇടയിൽ ഒരു അധികാര വിഭജനം ഉണ്ട്. അപ്പൊ അതില് ഫെഡറൽ തത്വങ്ങളില് ഈ അധികാര വിഭജനത്തിന് എതിരായിട്ടാണ് ഒരു നിയമം വന്നതെന്നുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കാനും അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് അറിഞ്ഞു വെക്കുക. സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ പുനഃപരിശോധിക്കാൻ ഉൾപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് സംസ്ഥാനങ്ങൾ എന്തെങ്കിലുമൊക്കെ നിയമം നിർമ്മിക്കുന്നു, അത് ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് തോന്നിയ ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗപ്പെടുത്താം. ഇനി രാജ്യത്തിന്റെ ഭരണഘടനയും നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ കോടതിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. എന്തെങ്കിലും പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാനൊക്കെ ഒരു അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഭരണഘടനയും പൗരന്മാരുടെ അവകാശങ്ങളെയും ഫലപ്രദമായിട്ട് സംരക്ഷിക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ജഡ്ജിമാരെ അങ്ങനെ ഇങ്ങനെയൊന്നും നീക്കം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജഡ്ജസിനെ വെറുതെ പോയി ഒരാൾക്കും നീക്കം ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ആണ് ഈ പറയണത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ന്യായാധിപന്മാരെ ജഡ്ജസിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെളിയിച്ച പെരുമാറ്റ ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ അവരെ കൊണ്ട് അതിന് പറ്റില്ല, പ്രാപ്തിയില്ല, പൊസിഷനിൽ ഇരിക്കാൻ പ്രാപ്തിയില്ല എന്നും കണ്ടാൽ മാത്രമേ ഇവരെ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നെങ്കിൽ പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ പ്രാപ്തി ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതെങ്ങനെയാണ് ഇവരെ മാറ്റാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഒരു ജഡ്ജിക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രമേയം പാസ്സാക്കണം. ആ പ്രമേയം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ 2 സഭകളിലും, അതായത് ലോകസഭയിലും രാജ്യസഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം. ഓക്കെ, ഈ പ്രത്യേക ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം ഉണ്ട്, അതായത് പകുതിയിൽ അധികം, പകുതിയല്ല, അതിലെ മെജോറിറ്റി ആൾക്കാരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് കേവല ഭൂരിപക്ഷവും. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 2/3 ആളുകൾ അതിൽ വന്നവരെ അംഗീകരിക്കണം. അപ്പൊ ആ സ്പെഷ്യൽ മെജോറിറ്റി അംഗീകരിച്ചാൽ മാത്രമാണ്, അതും 2 സഭയിലും പോയി അംഗീകരിച്ചാൽ മാത്രമാണ് ജഡ്ജിമാരെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ പ്രത്യേക ഭൂരിപക്ഷത്തോടെ 2 സഭയിലും അംഗീകരിച്ച ഒരു പ്രമേയം പാസ്സാക്കിയാൽ മാത്രമാണ് ഈ ജഡ്ജസിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. വെറുതെ കേവല ഭൂരിപക്ഷത്തില് ഇവരെ മാറ്റാൻ പറ്റില്ല. ഇത് ക്ലിയർ ആയോ? ഈ പറഞ്ഞത് ക്ലിയർ ആയോ? നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി ഒക്കെ ഇനി പഠിക്കും, ഇപ്പൊ പഠിക്കണ്ട. ഓക്കെ, കേവല ഭൂരിപക്ഷം പറ്റില്ല, സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ജഡ്ജസിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രമേയം 2 സഭയിലും പാസ്സാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജഡ്ജസിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കാര്യപ്രാപ്തി ഇല്ലാത്തത്
അതേപോലെ തന്നെ പെരുമാറ്റ ദൂഷ്യം. ഈ 2 കാരണങ്ങളെ പറ്റുള്ളൂ. സ്പെഷ്യൽ മെജോറിറ്റിയിൽ 2 സഭയും പ്രമേയം പാസ്സാക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ജഡ്ജസിനെ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ ക്ലിയർ ആയോ? ഓക്കെ. ആ സ്പെഷ്യൽ മെജോറിറ്റി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ കഴിഞ്ഞ. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മള് സാധാരണഗതിയിൽ ഒരു ജഡ്ജിമാരെ നിയമിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യണത് ഒരു ഇപ്പൊ കൊളീജിയം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം വെച്ചാണ്, കൊളീജിയാലിറ്റി സമ്പ്രദായം വെച്ചാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, തലമൂത്ത ആളെയാണ് പിടിച്ച് ചീഫ് ജസ്റ്റിസ് ആക്കുക, മുതിർന്ന ജഡ്ജിയെയാണ് പിടിച്ച് ചീഫ് ജസ്റ്റിസ് ആക്കുക. അങ്ങനെയുള്ള ശരിക്കും അങ്ങനെയാണ് കീഴ്വഴക്കം. അതൊക്കെ ലംഘിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ പിന്നെ അതേപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കേസിൽ ഏറ്റവും പ്രായം കൂടിയ ആളെയാണ് ആക്കുക. അതല്ലാത്ത കേസുകളുണ്ട്. സാധാരണ ഗതിയിലുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ഒക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷമാണ് ഹൈക്കോടതിയിലെ ജഡ്ജസിനെയൊക്കെ ചീഫ് ജസ്റ്റിസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുക. ഇനി ഈ പറഞ്ഞ ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എങ്ങനെയാന്ന് പറഞ്ഞാൽ കൊളീജിയം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി, അതായത് സുപ്രീം കോടതിയിലെ 4 മുതിർന്ന ജഡ്ജിമാരുമായിട്ട് കൂടി ആലോചിച്ച് കുറച്ച് പേരുകൾ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ ചീഫ് ജസ്റ്റിസ് റെക്കമെൻഡ് ചെയ്ത ആൾക്കാരെയാണ് ഈ അപ്പോയിന്റ് ചെയ്യുക, ജഡ്ജസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. അതിനെയാണ് കൊളീജിയാലിറ്റി എന്ന് പറയുക. അപ്പൊ ഈ കൊളീജിയൽ സമ്പ്രദായ പ്രകാരമാണ് ഇപ്പൊ ഈ പറഞ്ഞ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുക. 4 ജഡ്ജിമാരടങ്ങുന്ന സമിതി. ഓക്കെ, സുപ്രീം കോടതിയിലെ 4 മുതിർന്ന ജഡ്ജിമാരുമായിട്ട് കൂടി ആലോചിച്ചാണ് ഇപ്പൊ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുക. ക്ലിയർ ആയോ? അറിഞ്ഞാ മതി. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ. ഏത് ചീഫ് ജസ്റ്റിസിന്റെ കൂടി അഭിപ്രായം പറഞ്ഞാലാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് കൊളീജിയൽ സമ്പ്രദായം. അത് സുപ്രീം കോടതിയിലെ 4 മുതിർന്ന ജഡ്ജിമാര് കൂടി ആലോചിച്ച് നിയമിക്കപ്പെട്ടവരുടെ പേരുകൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുക. അതിനെയാണ് കൊളീജിയൽ സമ്പ്രദായം എന്ന് പറയുക കേട്ടോ. ഓക്കെ, 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം നമുക്ക്. ഇത്രയാണ് നമ്മുടെ നീതിന്യായ വിഭാഗത്തെ പറ്റി പഠിക്കാനുള്ളത് കേട്ടോ. എല്ലാ വിഭാഗങ്ങളും നമ്മൾ 3 വിഭാഗങ്ങൾ കഴിഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ആൻസർ പറഞ്ഞേ നിങ്ങള്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഏത് കോടതിനെ സമീപിക്കണ്ടേ? സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് മാത്രമാണോ അതിനുള്ള അധികാരമുള്ള? ഹൈക്കോടതി. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ 1 സുപ്രീം കോടതി, ഓപ്ഷൻ 2 ഹൈക്കോടതി, ഓപ്ഷൻ 3 സുപ്രീം കോടതി ഹൈക്കോടതി, ഓപ്ഷൻ 4 മുൻസിഫ് കോടതി. അപ്പൊ നമുക്ക് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും കൊടുക്കാൻ പറ്റും, നമുക്ക് സമീപിക്കാൻ പറ്റും ഈ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ഭരണഘടനയുടെ കാവലാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇനി കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. ഓക്കെ. ഇനി അത് നമ്മൾ പറഞ്ഞു
കീഴ്ക്കോടതികളാണ് സിവിൽ അതേപോലെ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ അവർക്ക് പരിഗണിക്കാം. കീഴ്ക്കോടതിയിൽ പെട്ടതാണ് മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്ന് നമ്മൾ പറഞ്ഞു. കീഴ്ക്കോടതിയിൽ പെട്ടതാണ് ഇത് രണ്ടും. അപ്പൊ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിമിനൽ കേസും മുൻസിഫ് കോടതിയിൽ സിവിൽ കേസുകളാണ്. അപ്പൊ കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. കീഴ്ക്കോടതിയിൽ പെട്ടതാണല്ലോ മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. അടുത്തത് സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ശരിയോ തെറ്റോ? ശരി. ഉപദേശാധികാരം നമ്മൾ 143 പറഞ്ഞതാണ് അല്ലെ. പ്രസിഡന്റിന് ഉപദേശം കൊടുക്കാൻ പറ്റും. ഓക്കെ. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ആർട്ടിക്കിള് പറയൂ. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം മറന്നുപോയാ? ഓർമ്മയുണ്ടാ? 143. അത് ഉപദേശാധികാരം 43. ആർട്ടിക്കിൾ 226. ഇനി സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം 32. 32 കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 8:50. ഓക്കെ, അപ്പൊ ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമിന് ഇടാം കേട്ടോ. മനസ്സിലായില്ലേ? ജുഡീഷ്യറിയെ പറ്റി മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ 3 ഘടകങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഓക്കെ, അപ്പൊ താങ്ക് യു.